തൃശൂർ പൂരം കലക്കൽ വിവാദത്തിൽ ത്രിതല അന്വേഷണത്തിന് മന്ത്രിസഭാ തീരുമാനം. ADGP MR അജിത് കുമാറിനെ മാറ്റുന്ന കാര്യത്തിൽ തീരുമാനം എടുത്തില്ല. തൃശൂർ റെയിൽവേ സ്റ്റേഷൻ വികസനത്തിന്റെ കാര്യത്തിൽ എട്ടുകാലി മമ്മുഞ്ഞ് ചമയുകയാണ് കേന്ദ്ര സഹമന്ത്രി സുരേഷ് ഗോപിയെന്ന് TN പ്രതാപൻ. താൻ MP ആയിരിക്കെയാണ് പദ്ധതി തയ്യാറാക്കുന്നത്. മാള വലിയപറമ്പ് സ്നേഹഗിരിയിൽ വീടിന്റെ കാർപോർച്ചിൽ നിർത്തിയിട്ടിരുന്ന കാറും ബൈക്കും കത്തിച്ചു. സംഭവത്തിൽ കുഴൂർ സ്വദേശി കുന്നത്തുപറമ്പിൽ ഫ്രാൻസിസിനെ പരിക്കുകളോടെ പോലീസ് കസ്റ്റഡിയിലെടുത്തു. നമസ്കാരം, ന്യൂസ് റൗണ്ടപ്പിലേക്ക് സ്വാഗതം. വിശദമായ വാർത്തകൾ നോക്കാം. തൃശൂർ പൂരം കലക്കൽ വിവാദത്തിൽ ത്രിതല അന്വേഷണത്തിന് മന്ത്രിസഭാ തീരുമാനം. CPI സമ്മർദ്ദം ശക്തമാക്കിയതിനു പിന്നാലെയാണ് തീരുമാനം. അതേസമയം ADGP MR അജിത് കുമാറിനെ മാറ്റുന്ന കാര്യത്തിൽ തീരുമാനം എടുത്തില്ല. പൂരം കലക്കലുമായി ബന്ധപ്പെട്ട് ADGP MR അജിത് കുമാർ സമർപ്പിച്ച റിപ്പോർട്ട് നേരത്തെ ആഭ്യന്തര സെക്രട്ടറി തള്ളിയിരുന്നു. ADGPക്കെതിരായ വീഴ്ചകൾ അന്വേഷണം സംസ്ഥാന പോലീസ് മേധാവിയുടെ നേതൃത്വത്തിൽ നടക്കും. പൂരം അട്ടിമറിയിലെ ഗൂഢാലോചന ക്രൈംബ്രാഞ്ച് മേധാവി അന്വേഷിക്കും. ഉദ്യോഗസ്ഥർക്കെതിരെ ഗൂഢാലോചന നടന്നിട്ടുണ്ടോ എന്നുള്ളത് ഇന്റലിജൻസ് മേധാവിയും അന്വേഷണം നടത്തും. എന്നിങ്ങനെ 3 അന്വേഷണങ്ങളാണ് തൃശൂർ പൂരം കലക്കലിൽ നടക്കുക. ADGPയുടെ അന്വേഷണ റിപ്പോർട്ടിൽ വിവാദം ഉടലെടുത്ത പശ്ചാത്തലത്തിലാണ് തീരുമാനം. മീഡിയ ടൈം, തൃശൂർ. തൃശൂർ റെയിൽവേ സ്റ്റേഷൻ വികസനത്തിന്റെ കാര്യത്തിൽ എട്ടുകാലി മമ്മുഞ്ഞ് ചമയുകയാണ് കേന്ദ്ര സഹമന്ത്രി സുരേഷ് ഗോപിയെന്ന് TN പ്രതാപൻ. ഞാൻ MP ആയിരിക്കെയാണ് പദ്ധതി തയ്യാറാക്കുന്നത്. പദ്ധതിയുടെ നിർമ്മാണോദ്ഘാടനം ഫെബ്രുവരി 26-ന് പ്രധാനമന്ത്രി വീഡിയോ കോൺഫറൻസിലൂടെ നിർവഹിച്ചതുമാണ്. ഇതേ പദ്ധതിയാണ് സുരേഷ് ഗോപി ആവർത്തിച്ച് പ്രഖ്യാപിക്കുന്നതെന്ന് പ്രതാപൻ പറഞ്ഞു. പരമ്പരാഗത കേരളീയ വാസ്തുശില്പ ഭംഗിയിൽ ഒരു ക്ഷേത്രനഗരിയുടെ എല്ലാ നിർമ്മാണ ചാതുര്യവും ഉൾക്കൊണ്ടുകൊണ്ട് അന്താരാഷ്ട്ര വിമാനത്താവളത്തിന്റെ മാതൃകയിലാണ് തൃശ്ശൂർ റെയിൽവേ സ്റ്റേഷൻ ഉണ്ടാക്കുന്നത്. അതിന്റെ വിശദാംശങ്ങൾ ഇതിന് മുൻപ് തന്നെ എല്ലാ മാധ്യമങ്ങൾക്കും നൽകിയതാണ്. ഇത് തൃശ്ശൂർ എല്ലാ മാധ്യമങ്ങൾക്കും മുൻപ് തന്നെ നൽകിയിരുന്നു. പ്രധാനപ്പെട്ട എല്ലാ മാധ്യമങ്ങളും ഇതിന്റെ വിശദാംശങ്ങൾ നേരത്തെ പ്രസിദ്ധീകരിക്കുകയും ചെയ്തതാണ്. എന്നിട്ടും ഈ ഇത് പ്രധാനമന്ത്രി പരിഗണനയിലാണ്, പ്രധാനമന്ത്രി സമർപ്പിക്കാൻ പോകുന്നു എന്നൊക്കെ പറയുന്നത് ഫെബ്രുവരി 26-ാം ഉദ്ഘാടനം ചെയ്ത പ്രധാനമന്ത്രിയെ അപമാനിക്കലാണോ അവഹേളിക്കലാണോ എന്ന് കേന്ദ്ര സഹമന്ത്രി വ്യക്തമാണ്. മാള വലിയപറമ്പ് സ്നേഹഗിരിയിൽ വീടിന്റെ കാർപോർച്ചിൽ നിർത്തിയിട്ടിരുന്ന കാറും ബൈക്കും കത്തിച്ചു. സംഭവത്തിൽ കുഴൂർ സ്വദേശി കുന്നത്തുപറമ്പിൽ ഫ്രാൻസിസിനെ പരിക്കുകളോടെ പോലീസ് കസ്റ്റഡിയിലെടുത്തു. വാഹനങ്ങൾക്ക് തീയിടുന്നതിനിടയിലാണ് ഇയാൾക്ക് പരിക്കേറ്റത്. ഫയർഫോഴ്സ് എത്തിയാണ് തീയണച്ചത്. മാള വലിയപറമ്പ് സ്നേഹഗിരി സ്കൂളിന് സമീപം വ്യാഴാഴ്ച ഉച്ചയോടെയായിരുന്നു സംഭവം. പുന്നക്കൽ ജോസിന്റെ വീട്ടിലെ വാഹനങ്ങളാണ് കുഴൂർ കുന്നത്തുപറമ്പിൽ ഫ്രാൻസിസ് പെട്രോൾ ഒഴിച്ച് കത്തിച്ചത്. വീടിന്റെ വാതിലുകളും ജനലുകളും കത്തി നശിച്ചിട്ടുണ്ട്. തീയിടുന്നതിനിടയിൽ ഫ്രാൻസിസിന്റെ ശരീരത്തിലും പൊള്ളലേറ്റു. വാഹനങ്ങൾ കത്തിച്ച ശേഷം ബൈക്കെടുത്ത് രക്ഷപ്പെടാൻ ശ്രമിക്കുന്നതിനിടെ ഇയാളെ നാട്ടുകാർ തടഞ്ഞു നിർത്തി പോലീസിലേൽപ്പിച്ചു. തുടർന്ന് പൊള്ളലേറ്റ ഇയാളെ ആശുപത്രിയിൽ പ്രവേശിപ്പിച്ചു. ഫയർഫോഴ്സ് എത്തിയാണ് തീയണച്ചത്. സീനിയർ ഫയർ ആൻഡ് റെസ്ക്യൂ ഓഫീസർ ജിതിൻ രാജിന്റെ നേതൃത്വത്തിൽ ഫയർ ഓഫീസർമാരായ ഷാജൻ, ശ്യാംകുമാർ, ദീപു, ജിഷ്ണു, ഹോംഗാർഡ് സജീവൻ എന്നിവർ രക്ഷാപ്രവർത്തനത്തിൽ പങ്കെടുത്തു. മാള പോലീസ് എത്തി മേൽ നടപടികൾ സ്വീകരിച്ചു. കുടുംബ വഴക്കിനെ തുടർന്നാണ് വാഹനത്തിന് തീയിട്ടതെന്നാണ് നാട്ടുകാർ പറയുന്നത്. മീഡിയ ടൈം, മാള. അഴീക്കോട് മുനമ്പം പാലത്തിന്റെ നിർമ്മാണ പ്രവൃത്തികൾ അതിവേഗം പുരോഗമിക്കുകയാണ്. ബോക്സ് ഗർഡറിന്റെ ആദ്യ സെഗ്മെന്റിൽ കോൺക്രീറ്റിംഗ് ആണ് ഇന്ന് ആരംഭിച്ചത്. ബോക്സ് ഗർഡറിന്റെ കോൺക്രീറ്റിംഗ് കാണുവാനും നിർമ്മാണ പ്രവർത്തനങ്ങൾ വിലയിരുത്തുവാനും ET ടൈസൺ MLA സ്ഥലം സന്ദർശിച്ചു. അഴീക്കോട് മുനമ്പം പാലത്തിന്റെ 196 പൈലുകളിൽ 145 എണ്ണം പൂർത്തിയാക്കുകയും 34 പൈൽ ക്യാമ്പുകളിൽ 13 എണ്ണത്തിന്റെയും 55 തൂണുകളിൽ 21 എണ്ണത്തിന്റെയും നിർമ്മാണം പൂർത്തിയാക്കുകയും ചെയ്തിട്ടുണ്ട്. കായലിന് കുറുകെ സ്ഥാപിക്കുന്നതിനുള്ള ബോക്സ് ഗാർഡിന്റെ ആദ്യ സെഗ്മെന്റിന്റെ കോൺക്രീറ്റാണ് ഇന്ന് ആരംഭിച്ചത്. കേരളത്തിൽ തന്നെ ആദ്യമായാണ് ഇത്തരത്തിലുള്ള സെഗ്മെന്റിൽ ബോക്സ് ഗിൽഡർ ലോഞ്ചിംഗ് രീതി ഉപയോഗിച്ചുള്ള പാലം നിർമ്മാണം അവലംബിച്ചിട്ടുള്ളത്.
ഈ രീതിയിൽ നിർമ്മാണം നടത്തുന്നത് പാലം നിർമ്മാണത്തിന്റെ വേഗത കൂട്ടുന്നതിനും പരമ്പരാഗത രീതിയിൽ നിർമ്മാണം നടത്തുമ്പോൾ ഉണ്ടാകുന്ന നിർമ്മാണ മാലിന്യങ്ങൾ കായലിൽ നിക്ഷേപിക്കപ്പെടുന്നത് ഒഴിവാക്കാനും സാധിക്കുന്നു. ഇത്തരത്തിൽ നിർമ്മാണം പരിസ്ഥിതി സൗഹൃദമാകുന്നതിനോടൊപ്പം നിലവിൽ മത്സ്യബന്ധന ബോട്ടുകളുടെ സഞ്ചാരം തടസ്സപ്പെടാത്ത വിധത്തിൽ ക്രമീകരിക്കാനും സാധിക്കും. ബോക്സ് ഗർഡറിന്റെ ആദ്യ സെഗ്മെന്റിന്റെ കോൺക്രീറ്റിംഗ് കാണുവാനും നിർമ്മാണ പ്രവർത്തനങ്ങൾ വിലയിരുത്തുവാനും ഇ.ടി. ടൈസൺ MLA സ്ഥലം സന്ദർശിച്ചു. MLAയോടൊപ്പം ഗ്രാമപഞ്ചായത്ത് പ്രസിഡന്റ് KP രാജൻ, വിദ്യാഭ്യാസ സ്റ്റാൻഡിംഗ് കമ്മിറ്റി ചെയർമാൻ നജ്മൽ, ജില്ലാ പഞ്ചായത്ത് അംഗം സുഗത ശശിധരൻ, വാർഡ് മെമ്പർ ലിജി, കേരള റോഡ് ഫണ്ട് ബോർഡ് അസിസ്റ്റന്റ് എക്സിക്യൂട്ടീവ് എഞ്ചിനീയർ E.A. സജിത്, അസിസ്റ്റന്റ് എഞ്ചിനീയർ I.S. മൈഥിലി, പ്രൊജക്ട് എഞ്ചിനീയർമാരായ TP ബിബിൻ, നവനീത് ഭാസ്, സൈറ്റ് സൂപ്പർവൈസർമാരായ സീഗൻ പോൾ, ആതിര പ്രദീപ്, കരാറുകാരായ ചെറിയാൻ വർക്കി, കൺസ്ട്രക്ഷൻ പ്രതിനിധികൾ എന്നിവരും ഉണ്ടായിരുന്നു. മീഡിയ ടൈം, കൊടുങ്ങല്ലൂർ. കാട്ടാനബീതിയിൽ അതിരപ്പിള്ളി എസ്റ്റേറ്റിലെ പ്ലാന്റേഷൻ തൊഴിലാളികൾ തുടർച്ചയായി രണ്ടാം ദിവസവും കാട്ടാനക്കൂട്ടം ലയം തകർത്തു. വീടിന്റെ പിൻവാതിൽ തകർത്ത് കാട്ടാനക്കൂട്ടം അകത്ത് കടക്കുകയും സാധനങ്ങൾ നശിപ്പിക്കുകയും ചെയ്തു. കാലടി പ്ലാന്റേഷൻ അതിരപ്പള്ളി എസ്റ്റേറ്റിലെ 10ാം ബ്ലോക്കിലാണ് തുടർച്ചയായി രണ്ടാം ദിവസവും കാട്ടാനക്കൂട്ടം ലയം തകർത്തത്. കഴിഞ്ഞ ദിവസം സത്യൻ എന്നയാളുടെ ലയത്തിനു പുറകിലെ താൽക്കാലിക അടുക്കള ആനക്കൂട്ടം തകർത്തിരുന്നു. ഇന്നലെ രാത്രി 3:30യോടെ പ്ലാന്റേഷൻ തൊഴിലാളി പോളിയുടെ വീടിന്റെ പിൻവാതിൽ തകർത്ത് കാട്ടാനക്കൂട്ടം അകത്തു കടക്കുകയും സാധനങ്ങൾ നശിപ്പിക്കുകയും ചെയ്തു. തൊട്ടടുത്ത ലയങ്ങളിലുള്ളവർ ഒച്ചവെച്ച് ആനയെ തുരത്താൻ ശ്രമിച്ചപ്പോൾ മുൻവാതിൽ ചവിട്ടിപ്പൊളിച്ച് ആളുകൾക്ക് നേരെ ആന വരികയും പിന്നീട് കാട് കയറുകയുമായിരുന്നു. രാത്രിയെന്നോ പകലെന്നോ ഇല്ലാതെ കാട്ടാനകൾ ജനവാസ മേഖലയിൽ സ്വൈര്യവിഹാരം നടത്തുകയാണ്. പലപ്പോഴും ഭാഗ്യം കൊണ്ട് മാത്രമാണ് തൊഴിലാളികൾ ആനയുടെ ആക്രമണത്തിൽ നിന്നും രക്ഷപ്പെടാറുള്ളത്. വനാതിർത്തിയിൽ ഫെൻസിംഗ് സ്ഥാപിക്കണമെന്ന് വനം വകുപ്പിനോടും പ്ലാന്റേഷൻ അധികാരികളോടും നിരവധി തവണ ജീവനക്കാർ ആവശ്യപ്പെട്ടിട്ടുണ്ടെങ്കിലും നാളിതുവരെ യാതൊരു നടപടിയും ഉണ്ടായിട്ടില്ല. പ്ലാന്റേഷൻ മേഖലയിൽ ചില സ്ഥലങ്ങളിൽ ഒറ്റവരിയിൽ ഫെൻസിംഗ് ഉണ്ടെങ്കിലും ഉയരത്തിലാണിത് സ്ഥാപിച്ചിട്ടുള്ളത്. ഇതിനടിയിലൂടെയാണ് കാട്ടാനകൾ ജനവാസ മേഖലയിലെത്തുന്നത്. മീഡിയ ടൈം, ചാലക്കുടി. ആർട്ട് മെറ്റീരിയൽ കൊണ്ട് 12 അടി വലിപ്പമുള്ള ഗാന്ധി ചിത്രം നിർമ്മിച്ച് പ്രശസ്ത ചിത്രകാരൻ ഡാവിഞ്ചി സുരേഷ്. ആലപ്പുഴയിലുള്ള കാച്ചി ക്രാഫ്റ്റ് എന്ന ആർട്ട് മെറ്റീരിയൽ ഷോപ്പിനുള്ളിലാണ് പ്രശസ്ത ചിത്രകാരൻ ഡാവിഞ്ചി സുരേഷ് തന്റെ 96ാമത് മീഡിയമായ ആർട്ട് മെറ്റീരിയൽ കൊണ്ട് 12 അടി വലുപ്പത്തിൽ ചിത്രം തീർത്തത്. കൊടുങ്ങല്ലൂർ സ്വദേശിയായ ഡാവിഞ്ചി സുരേഷിന്റെ കൂടെ ക്യാമറാമാൻ സിംബാദും രാകേഷ് പള്ളത്തും ഗാന്ധി ജയന്തി ദിവസം രാവിലെ ആലപ്പുഴയിലെത്തുകയും കളർ പെൻസിൽ, ക്രയോൺസ്, ഓയിൽ പേസ്റ്റൽ, വാട്ടർ കളർ, അക്രിലിക് തുടങ്ങി 100ൽ പരം വ്യത്യസ്തങ്ങളായിട്ടുള്ള ആർട്ട് ക്രാഫ്റ്റ് മെറ്റീരിയലുകൾ ഉപയോഗിച്ചുകൊണ്ട് 6 മണിക്കൂർ കൊണ്ടാണ് ആർട്ടിസ്റ്റ് സുഹൃത്തുക്കളായ കലേഷ് പൊന്നപ്പൻ, ഫിലിപ്പ് റോയ് എന്നിവരുടെ ഷോപ്പിൽ വ്യത്യസ്തമായ ചിത്രം നിർമ്മിച്ചത്. ഡാവിഞ്ചി സുരേഷിന്റെ 96ാമത് മീഡിയമായിട്ടാണ് 12 അടി വലിപ്പത്തിൽ ചിത്രം തീർത്തത്. മീഡിയ ടൈം, കൊടുങ്ങല്ലൂർ. അന്നമനട പഞ്ചവാദ്യത്തിന് ആധികാരികതയും ജനകീയതയും പകർന്ന അന്നമനട ത്രയങ്ങളുടെയും അന്നമനട ജൂനിയർ പരമേശ്വരന്മാരാരുടെയും സ്മരണകൾക്ക് മുന്നിൽ വാദ്യാഞ്ജലി അർപ്പിച്ചു. അന്നമനട മഹാദേവ ക്ഷേത്രമുറ്റത്താണ് സ്മരണാഞ്ജലി സംഘടിപ്പിച്ചത്. അന്നമനട ത്രയം അനുസ്മരണ സമിതിയുടെ നേതൃത്വത്തിലാണ് അനുസ്മരണവും വാദ്യാഞ്ജലിയും നടന്നത്. ദീർഘകാലം കലാമണ്ഡലത്തിൽ തിമില അധ്യാപകനും വകുപ്പ് മേധാവിയുമായിരുന്ന അന്നമനട സീനിയർ പരമേശ്വരമാരാർ പുതുതലമുറയ്ക്കായി ചിട്ടപ്പെടുത്തിയ 1796 പതികാലങ്ങളുടെ അപൂർവ മേളപ്പെരുക്കമാണ് വാദ്യാഞ്ജലിയായി ആസ്വാദകരുടെ മനം കവർന്നത്. സീനിയർ പരമേശ്വരമാരാർക്കു പുറമെ പഞ്ചവാദ്യത്തിന് ഇന്ന് കാണുന്ന ചിട്ടവട്ടങ്ങളും ജനകീയതയും പകർന്ന അച്യുതമാരാരുടെയും പീതാംബരമാരാരുടെയും സ്മരണകളുമായാണ് മേളപ്രേമികൾ ക്ഷേത്രമുറ്റത്തൊത്തുകൂടിയത്. ഇവർക്കു പുറമെ അടുത്ത കാലത്ത് വിട പറഞ്ഞ അന്നമനടയുടെ പഞ്ചവാദ്യപ്പെരുമ നിലനിർത്തിയ അന്നമനട പരമേശ്വരമാരാർ ജൂനിയറിന്റെ സ്മരണകളും പങ്കുവച്ചു. വാദ്യാഞ്ജലിക്ക് അന്നമനട മുരളീധരമാരാർ പ്രമാണിത്വം വഹിച്ചു.
ഇന്ത്യ ടൈം, മാള. ഇനി നാട്ടിൽ നടന്നത്. അന്നമനട വയോജന സൗഹൃദ ഗ്രാമപഞ്ചായത്ത് വയോജന ജാഗ്രത സമിതി അംഗങ്ങൾക്കായി ബോധവൽക്കരണ ക്ലാസ് സംഘടിപ്പിച്ചു. ഗ്രാമപഞ്ചായത്ത് പ്രസിഡന്റ് പി.വി. വിനോദ് ഉദ്ഘാടനം ചെയ്തു. മാതാപിതാക്കളുടെയും മുതിർന്ന പൗരന്മാരുടെയും സംരക്ഷണവും ക്ഷേമവും എന്ന വിഷയത്തിൽ മുകുന്ദപുരം TLSP പാനൽ അഡ്വക്കേറ്റ് ശ്രീരേഖ ക്ലാസ് നയിച്ചു. വൈസ് പ്രസിഡന്റ് സിന്ധു ജയൻ അധ്യക്ഷത വഹിച്ചു. കോർഡിനേറ്റർ CA ഫ്രാൻസിസ്, ക്ഷേമകാര്യ സ്ഥിരം സമിതി അധ്യക്ഷ മഞ്ജു സതീശൻ, KK രവി നമ്പൂതിരി, സുരേഷ് കുമാർ, KA ഇക്ബാൽ, ഡേവിസ് കുര്യൻ, CK ഷിജു, സുനിത സതീശൻ, ലളിത ദിവാകരൻ, ICDCS സൂപ്പർവൈസർ എന്നിവർ സംസാരിച്ചു. മാള കാട്ടിക്കരക്കുന്ന് റോഡ് സഞ്ചാരയോഗ്യമാക്കണമെന്നാവശ്യപ്പെട്ട് കോൺഗ്രസ് റോഡിൽ വാഴ നട്ട് പ്രതിഷേധിച്ചു. പഞ്ചായത്തിലെ 1-20 വാർഡുകളെ തമ്മിൽ ബന്ധിപ്പിക്കുന്ന ഈ റോഡിന് സമീപം പഞ്ചായത്ത് കമ്മ്യൂണിറ്റി ഹാൾ, കൊമേഴ്ഷ്യൽ ഇൻസ്റ്റിറ്റ്യൂട്ട്, മൃഗാശുപത്രി എന്നിവയും സ്ഥിതി ചെയ്യുന്നു. കൂടാതെ നിരവധി കുടുംബങ്ങൾ താമസിക്കുന്ന പ്രദേശം കൂടിയാണ് ഇവിടം. നിരവധി ആളുകൾ യാത്ര ചെയ്യുന്ന റോഡിന്റെ ശോചനീയാവസ്ഥ പരിഹരിക്കണമെന്നാവശ്യപ്പെട്ട് ഗ്രാമസഭകളിൽ ഉൾപ്പെടെ പരാതി ഉന്നയിച്ചിട്ടും പരിഹാരം ഉണ്ടാകാത്തത് ജനങ്ങളോടുള്ള വെല്ലുവിളിയാണെന്ന് പ്രതിഷേധക്കാർ ആരോപിച്ചു. വാർഡ് 1-20 കോൺഗ്രസ് കമ്മിറ്റികൾ സംയുക്തമായി നടത്തിയ പ്രതിഷേധ ധർണ മണ്ഡലം കോൺഗ്രസ് പ്രസിഡന്റ് സന്തോഷ് ആത്തപ്പള്ളി ഉദ്ഘാടനം ചെയ്തു. കരീം മഞ്ഞൾ വളപ്പിൽ അധ്യക്ഷത വഹിച്ചു. സോയ് കോലഞ്ചേരി, സുരേന്ദ്രൻ കണ്ണൻകാട്ടിൽ, ഗോപി പണ്ടിയലിക്കൽ, പീറ്റർ പഴയാറ്റിൽ, ലോറൻസ് വലിയ വീട്ടിൽ, ജോയ് ചക്കാലമറ്റത്ത്, ഗോകുൽനാഥ്, അജയൻ കാട്ടിക്കരക്കുന്ന് എന്നിവർ സംസാരിച്ചു. പുത്തഞ്ചിറ ചിലങ്ക കലാ സാംസ്കാരിക വേദിയുടെ നേതൃത്വത്തിൽ സംഘടിപ്പിക്കുന്ന ഗ്രാമോത്സവത്തിന് തുടക്കമായി. ഒക്ടോബർ 2 മുതൽ 13 വരെ വിവിധ പരിപാടികളോടെയാണ് ഗ്രാമോത്സവം നടക്കുന്നത്. പുത്തഞ്ചിറ ഗ്രാമപഞ്ചായത്ത് പ്രസിഡന്റ് റോമി ബേബി ഗ്രാമോത്സവം ഉദ്ഘാടനം ചെയ്തു. കൊടുങ്ങല്ലൂർ ഗ്രാമപഞ്ചായത്ത് അംഗങ്ങളായ ഷിബി അനിൽ, ഷംസു വെളുത്തേരി, രാജേഷ് അപ്പാട്ട് എന്നിവർ സംസാരിച്ചു. സംഘടക സമിതി രക്ഷാധികാരി സിദ്ദിഖ് ഹാജി പതാക ഉയർത്തി. തുടർന്ന് പരിസ്ഥിതിയുടെ വെല്ലുവിളി എന്ന വിഷയത്തിൽ PK വേണുഗോപാൽ സംസാരിച്ചു. കൊടുങ്ങല്ലൂരിൽ സ്കൂട്ടറിൽ KSRTC ബസ്സിടിച്ച് പരിക്കേറ്റ് ചികിത്സയിലായിരുന്ന യുവാവ് മരിച്ചു. പൊന്നാനി ചെറുംവൈക്കര പയ്യങ്കുളത്ത് പ്രമോദിന്റെ മകൻ അജിത്താണ് മരിച്ചത്. ഇക്കഴിഞ്ഞ തിങ്കളാഴ്ച രാവിലെ TKS പുരം ജംഗ്ഷനിലായിരുന്നു അപകടം. ഗുരുതരമായി പരിക്കേറ്റ അജിത് എറണാകുളത്തെ സ്വകാര്യ ആശുപത്രിയിൽ ചികിത്സയിലിരിക്കെ മരണമടയുകയായിരുന്നു. അപകടത്തിൽ അജിത്തിന്റെ സുഹൃത്ത് മുഹ്ജിസിനും പരിക്കേറ്റിരുന്നു. സൈനിക കൂട്ടായ്മയായ സോൾജിയേഴ്സ് ഓഫ് ഈസ്റ്റ് ബെനീസ് പ്രസിഡന്റ് മനോജ് കരിമുളയ്ക്കലിന്റെ നേതൃത്വത്തിൽ മാവേലിക്കര സിവിൽ സ്റ്റേഷനും പരിസരവും ശുചീകരണം നടത്തി. മാവേലിക്കര സിവിൽ സ്റ്റേഷനിൽ സ്ഥാപിച്ചിരിക്കുന്ന മഹാത്മാഗാന്ധി പ്രതിമയിൽ പുഷ്പാർച്ചന നടത്തി. മുനിസിപ്പൽ ചെയർമാൻ KV ശ്രീകുമാർ ഉദ്ഘാടനം ചെയ്തു. ചടങ്ങിൽ MG മനോജ് മാവേലിക്കരയുടെ സാന്നിധ്യത്തിൽ NK അജിത് പുറക്കാടിനെ പൊന്നാടയും മൊമന്റയും നൽകി ആദരിച്ചു. പവിത്രൻ വാത്തിക്കുളം, അനിൽകുമാർ നങ്ങ്യാർകുളങ്ങര, മറ്റ് SOEV അംഗങ്ങളും പങ്കെടുത്തു. പറവൂർ തേലത്തുരുത്ത് അനന്തൻകാവ് സർപ്പനാഗ യക്ഷിക്ഷേത്രത്തിലെ പ്രതിഷ്ഠാദിന മഹോത്സവം ആഘോഷിച്ചു. ഗണപതി ഹോമം, ശുദ്ധി കലശം, സർപ്പപൂജ, നൂറും പാലും, പുള്ളുവൻ പാട്ട്, മഹാനിവേദ്യം, അന്നദാനം എന്നിവ നടന്നു. ക്ഷേത്രം തന്ത്രി സാബു ശാന്തി മുഖ്യ കാർമ്മികത്വം വഹിച്ചു. ക്ഷേത്രം ഭരണസമിതി പ്രസിഡന്റ് KP സുനിൽകുമാർ, സെക്രട്ടറി CG ഉമേഷ് കുമാർ, MK രമേശ്, PK ഗണേശൻ, KV ബേബി, KP ബിജു, MK അജിത് കുമാർ, KS പ്രവീൺ കുമാർ, CG ഉദയൻ എന്നിവർ നേതൃത്വം നൽകി. സ്കൂൾ ഓഫ് മാർഷൽ ആർട്സിന്റെ നേതൃത്വത്തിൽ നോർത്ത് ചാലക്കുടി സെന്റ് തെരേസ ICSE സ്കൂളിൽ ഓൾ കേരള കരാട്ടെ കുംഫു കളർ ബെൽറ്റ് മത്സരം നടത്തി. സെൻസായ് M അഗസ്റ്റിൻ ഉദ്ഘാടനം ചെയ്തു. സ്കൂൾ പ്രിൻസിപ്പൽ സിസ്റ്റർ ബിജി സെബാസ്റ്റ്യൻ അധ്യക്ഷയായി. സെൻസായ് ഡിനോ ഡേവിസ് നേതൃത്വം നൽകി. എറിയാട് KVHS GLP സ്കൂളിൽ കലോത്സവം കുട്ടികളുടെ വിവിധ കലാപരിപാടികളോടെ അരങ്ങേറി. കലോത്സവം എറിയാട് ഗ്രാമപഞ്ചായത്ത് പ്രസിഡന്റ് KP രാജൻ ഉദ്ഘാടനം ചെയ്തു. PTA പ്രസിഡന്റ് ജയചന്ദ്രൻ അധ്യക്ഷത വഹിച്ചു. വിദ്യാഭ്യാസ സ്റ്റാൻഡിംഗ് കമ്മിറ്റി ചെയർമാൻ നജ്മൽ ഷക്കീർ കലോത്സവ സന്ദേശം നൽകി. സിനി ആർട്ടിസ്റ്റ് അസ്ലം മുഖ്യാതിഥിയായിരുന്നു. ഹെഡ്മാസ്റ്റർ നസീർ, വാർഡ് മെമ്പർ PK മുഹമ്മദ്, MPTA പ്രസിഡന്റ് ഷാനിബ ഗഫൂർ,
സീനിയർ അസിസ്റ്റന്റ് ഷക്കീല, സ്റ്റാഫ് സെക്രട്ടറി ഷഫീന, PTA അംഗം റസീന തമ്പി, കലോത്സവ കൺവീനർ സുമയ്യ ജമാൽ എന്നിവർ സംസാരിച്ചു. എൽത്തുരുത്ത് SNB UP സ്കൂൾ PTA നേതൃത്വത്തിൽ വയനാട് ദുരിതാശ്വാസ നിധിയിലേക്ക് സംഭാവന നൽകി. സ്കൂൾ ഹാളിൽ നടന്ന ചടങ്ങിൽ കൊടുങ്ങല്ലൂർ തഹസിൽദാർ K. രേവ സ്കൂൾ PTA സമാഹരിച്ച തുക ഏറ്റുവാങ്ങി. PTA പ്രസിഡന്റ് ശിവജി നടുമുറി അധ്യക്ഷത വഹിച്ചു. സ്കൂൾ മാനേജർ പ്രൊഫസർ CG ചെന്താമരാക്ഷൻ മുഖ്യാതിഥിയായിരുന്നു. വാർഡ് കൗൺസിലർ CS സുബിൻ, PTA വൈസ് പ്രസിഡന്റ് രജിത, SMC ചെയർപേഴ്സൺ നയന, സൗമ്യ സിജു, ഹെഡ് മിസ്ട്രസ് അഞ്ജുകുമാർ രശ്മി എന്നിവർ സംസാരിച്ചു. എറിയാട് ഗ്രാമപഞ്ചായത്ത് വാർഷിക പദ്ധതിയിൽ ഉൾപ്പെടുത്തി നവീകരിച്ച തീരദേശ പോലീസ് എയ്ഡ് പോസ്റ്റ് ഉദ്ഘാടനം ചെയ്തു. ET ടൈസൺ MLA ഉദ്ഘാടനം നിർവഹിച്ചു. ഗ്രാമപഞ്ചായത്ത് പ്രസിഡന്റ് KP രാജൻ അധ്യക്ഷത വഹിച്ചു. പഞ്ചായത്ത് അംഗങ്ങൾ, തീരദേശ പോലീസ് ഉദ്യോഗസ്ഥർ, പഞ്ചായത്ത് ഉദ്യോഗസ്ഥർ, പൊതുപ്രവർത്തകർ എന്നിവർ ഉദ്ഘാടന ചടങ്ങിൽ പങ്കെടുത്തു. പ്രധാന വാർത്തകൾ വീണ്ടും. തൃശൂർ പൂരം കലക്കൽ വിവാദത്തിൽ ത്രിതല അന്വേഷണത്തിന് മന്ത്രിസഭാ തീരുമാനം. ADGP MR അജിത് കുമാറിനെ മാറ്റുന്ന കാര്യത്തിൽ തീരുമാനം എടുത്തില്ല. തൃശൂർ റെയിൽവേ സ്റ്റേഷൻ വികസനത്തിന്റെ കാര്യത്തിൽ എട്ടുകാലി മമ്മുഞ്ഞ് ചമയുകയാണ് കേന്ദ്ര സഹമന്ത്രി സുരേഷ് ഗോപിയെന്ന് TN പ്രതാപൻ. താൻ MP ആയിരിക്കെയാണ് പദ്ധതി തയ്യാറാക്കുന്നത്. മാള വലിയപറമ്പ് സ്നേഹഗിരിയിൽ വീടിന്റെ കാർപോർച്ചിൽ നിർത്തിയിട്ടിരുന്ന കാറും ബൈക്കും കത്തിച്ചു. സംഭവത്തിൽ കുഴൂർ സ്വദേശി കുന്നത്തുപറമ്പിൽ ഫ്രാൻസിസിനെ പരിക്കുകളോടെ പോലീസ് കസ്റ്റഡിയിലെടുത്തു. ഇതോടെ ന്യൂസ് റൗണ്ടപ്പ് സമാപിച്ചു. നമസ്കാരം.